ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കഴിഞ്ഞ ദിവസം സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയുടെ എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും ഞാൻ പ്രിഫർ ചെയ്യുന്ന കോഴ്സുകളും ഏതൊക്കെയാണെന്ന് വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ആ വീഡിയോ കാണുകയും ഒരുപാട് പേഴ്സണലി മെസ്സേജ് അയക്കുകയും ചെയ്തു. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നത്. ഇത് ഞാൻ അന്ന് പറഞ്ഞിരുന്ന കോഴ്സുകളിൽ ഏകദേശം 1500 രൂപ തൊട്ട് ഏകദേശം 5000, 6000 രൂപ വരെയുള്ള കോഴ്സുകളുണ്ട്. അപ്പൊ അത്തരം കോഴ്സുകളൊന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവര് പേഴ്സണലായിട്ട് അവര് സ്വയം ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ഒന്ന് രണ്ട് പേര് മെസ്സേജ് അയച്ചത് അവര് ഓൾറെഡി ആ ഒരു എക്സാം തന്നെ വിട്ടുപോകാൻ നിൽക്കുകയാണ്. കാരണം ഒന്ന് രണ്ട് പരീക്ഷകൾ മീൻസിന്റെ തന്നെ പേപ്പർ 1ഉം പേപ്പർ 2ഉം വരികയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് നിന്ന് പോകാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടുകൾ ചോദിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യത്തിൽ പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി PSCയുടെ ഡിഗ്രി ലെവൽ പാറ്റേൺസിനെ കുറിച്ച് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എവിടെ നിന്ന് വരുന്നു, ക്വസ്റ്റ്യൻ സോഴ്സുകൾ എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ആപ്പിന്റെയോ അല്ലെങ്കിൽ ഒരു ബുക്സിന്റെയോ സഹായം, മീൻസ് ബുക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വില കൂടിയ ബുക്കുകൾ വാങ്ങി ഒരു സബ്ജക്റ്റിന് ഒരു ബുക്ക് എന്ന തരത്തിൽ വാങ്ങി വെക്കാതെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ ആശ്രയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഏകദേശം 4 മാസം കൊണ്ട് നമുക്ക് പ്രിലിംസിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് വരുന്ന 3 മാസം കൊണ്ട് നമുക്ക് മെയിൻസിന്റെ 2 പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം. സോ അത്രയും സമയം നമ്മളുടെ ആ ഒരു സമയത്തിനിടയിൽ നമ്മൾ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് പഠിച്ചു തീർക്കുക ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ട് സംഭവമാണ്. അത് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫേർട്ട് നമ്മൾ കൂടുതൽ ഇടേണ്ടി വരും. പക്ഷെ നിങ്ങൾ അതിനൊക്കെ റെഡി ആണെങ്കിൽ ഞാൻ പറയാനുള്ളത്, അത്തരം ആൾക്കാരോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്, നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. ഈ ഒരു എക്സാം 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ട്രൈ കൊടുത്തുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ അത് മീൻസ് ഒരു നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കുക. എക്സാം നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. തീർച്ചയായിട്ടും കിട്ടും. മീൻസ് തീർച്ചയായിട്ടും ഈ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ കിട്ടുന്ന ഒരുപാട് പേര്, നമ്മുടെ അടക്കം ഫ്രണ്ട്സിലുള്ള ഒരുപാട് പേരുണ്ട്. യാതൊരുവിധ സപ്പോർട്ട്, എക്സ്റ്റേണൽ സപ്പോർട്ടും ഇല്ലാതെ അവർ സ്വയം പ്രിപ്പയർ ചെയ്ത് സ്വയം നേടിയ നിങ്ങൾക്കും അറിയുന്ന ആൾക്കാരുണ്ടാവും. സോ അവർ വിചാരിക്കുക അവർക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു വെക്കുക എന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളെ ഫോക്കസ് പീഡിയ എന്ന് വെച്ചാൽ ടെലിഗ്രാം ചാനൽ അവർ നല്ല രീതിയിൽ അതിന്റെ പ്രിലിംസ്, ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ക്രെഡിറ്റ്സ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, ടെലിഗ്രാം ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ SCERT NCERT കളക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളിൽ നിന്ന് ആ പുസ്തകങ്ങൾ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്കറിയാം സമഗ്ര സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏത് ക്ലാസിന്റെ വേണമെങ്കിലും ഏത് സബ്ജക്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു സംഭവമാണ് ഇത്തരം പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഇപ്പം കേരള ഹിസ്റ്ററി ആണ് നോക്കുന്നുണ്ടെങ്കിൽ ശ്രീധരമേനോൻ സാറിന്റെ പുസ്തകത്തിന്റെ PDF, അതും അത്തരം PDF നമുക്ക് ആവശ്യമായ ഈ സെക്രട്ടറി അസിസ്റ്റന്റിന് ആവശ്യമായിട്ടുള്ള PDFന്റെ ഏകദേശം പകുതി നമ്മൾ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ സ്പെക്ട്രം ഉണ്ട്, മേനോൻ സാറിന്റെ ഉണ്ട്, BA ഹിസ്റ്ററി മലയാളത്തിൽ തന്നെ ചോദിക്കുന്ന ചില പാർട്ടുകൾ അതിലും ചോദിക്കാറുണ്ട്. സോ BA ഹിസ്റ്ററി അതുകൊണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ, അത്തരം PDF നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ MCQ ക്വസ്റ്റ്യൻസ്, UPSCയുടെ MCQ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ UPS നമ്മുടെ ലക്ഷ്മികാന്തിന്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, നിങ്ങൾക്ക് ആ വലിയ ബുക്ക് പഠിക്കാൻ വിഷമമാണെങ്കിൽ അതിന്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമ്മൾ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്ത് ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അത്തരം നോട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സ്വയം തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഈ നമ്മൾ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അത് പഠിക്കേണ്ട പാറ്റേൺ എങ്ങനെയാണ്, നിങ്ങൾ ആദ്യം ഒരു ടോപ്പിക് പഠിക്കുക. ആ ടോപ്പിക് പഠിച്ച ശേഷം ഈ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ആ ഒരു ബുക്ക് പാറ്റേൺ എവിടെ നിന്നാണ് വന്നത് എന്ന രീതിയിൽ നോക്കുക. അപ്പൊ അതിൽ നിന്ന് വന്നിരിക്കുന്ന ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അത് എഴുതുക. അത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, റിട്ടേൺ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പുസ്തകത്തിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് മിസ്സായിപ്പോയ പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നോക്കി വെക്കുക. അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ തുടങ്ങി ഒരു ശീലമായി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല റിവിഷന് പോകും. അതുപോലെ തന്നെ ആ ഒരു പാഠഭാഗം നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും പറ്റും. പിന്നെ ഓൾറെഡി നിങ്ങൾ ചെയ്യാൻ, നിങ്ങൾ പഠിക്കേണ്ട ഒരു 5 ദിവസം പഠിച്ചു കഴിയുമ്പോഴേക്കും വീണ്ടും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നിങ്ങൾ മറ്റ് ആപ്പുകളൊക്കെ എടുത്ത്, മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കുന്നവരെക്കാൾ കുറച്ചുകൂടി എഫേർട്ട് നമ്മൾ കൂടുതൽ ഇടണം. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ചുറ്റും നിങ്ങൾക്ക് കിട്ടുന്ന ഫാക്ട്സുകളും അതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഴ്സുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ചെറിയ പൈസക്ക് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞ ലളിതം പബ്ലിക്കേഷൻസിന്റെ ബുക്കൊക്കെ വളരെ ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഓരോ മാർക്കും നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ഡിഗ്രി, ഈ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക്. സോ അതിന്റെ തന്നെ അവരുടെ തന്നെ മലയാളവും ഇംഗ്ലീഷും ബുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയതാണ്.
സോ അതും അതിന്റെ ഒരു ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കൊറിയർ ഒക്കെ ചെയ്ത് വാങ്ങുന്നതിനേക്കാൾ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും. അതൊക്കെ ചെറിയ പൈസയെ വരുന്നുള്ളൂ. അപ്പൊ അത്തരം ബുക്കുകൾ എന്ത് ചെയ്യുക, എല്ലാത്തിനോടും നമ്മൾ നെഗറ്റീവ് അടിക്കാതെ ഇത്തരം ചെറിയ ബുക്കുകളോടും, ഇതൊക്കെ നമ്മൾ മൊബൈലിൽ റീചാർജ് ചെയ്യുന്ന പൈസയൊക്കെ വരും, അതിന് താഴേക്ക് വരുന്നുള്ളൂ, അത്തരം ബുക്കുകൾ എന്ത് ചെയ്യുക, വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇത്രയും സാധനങ്ങൾ കളക്ട് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബിൽഡ് ചെയ്യാൻ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ NCERT SCERT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ ഇത്തരം ചെറിയ ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് വാങ്ങുക. അപ്പൊ അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് വൈസ് ആയിട്ട് തീർച്ചയായിട്ടും കടന്നു വരിക. അപ്പോൾ ഒരിക്കലും നിങ്ങളൊരു കോഴ്സ് എടുത്തില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ബുക്ക് വാങ്ങിയില്ല, ലക്ഷ്മികാന്തിന്റെ വലിയൊരു ബുക്ക് വാങ്ങിയില്ല എന്നൊക്കെ കരുതിയിട്ട് നിങ്ങളവിടെ മടിച്ചു നിന്നാൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം കൂടി പോയി എന്ന കാര്യം മറക്കരുത്. പക്ഷെ അതൊന്നും ഇല്ലാതെ എത്രയോ ആൾക്കാർ മുന്നോട്ട് വന്ന് ജയിച്ചിട്ടുള്ളതാണ് PSC പരീക്ഷ എന്ന കാര്യം മനസ്സിലാക്കുക. അത് ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സക്സസ് സ്റ്റോറീസ് കൊണ്ടുവരുന്നുണ്ട്, നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഒരുപാട് യൂട്യൂബിൽ അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. UPSC IAS എക്സാം, സിവിൽ സർവീസ് എക്സാം വരെ ക്രാക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. സോ അതിനപ്പുറത്തേക്കൊന്നും അല്ല ഈ പരീക്ഷ എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടെലിഗ്രാമിൽ ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. യൂസ്ഫുൾ കണ്ടന്റ്സും അതുപോലെ എന്റെ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാവുന്ന, ഈ ക്ലാസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പെട്ടെന്ന് എല്ലാവർക്കും തന്നെ ജോലി കിട്ടട്ടെ. ഒറ്റയ്ക്ക് പഠിക്കുന്നത് ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന കാര്യം മനസ്സിലാക്കുക. താങ്ക് യു.